ഏട്ടാ പ്രകാശ് എന്നെ ഇവിടെ ഇരുത്തിട്ട് ഇപ്പൊ വരാന്നും പറഞ്ഞു പോയതാ. ഇതുവരെ കണ്ടില്ല. പോയിട്ട് ഒരുപാട് നേരമായി. എടി എന്തെങ്കിലും എമർജൻസി വന്നിട്ടുണ്ടാവും. നീ മൊബൈലിൽ വിളിച്ചില്ലേ? ഫോൺ ദേ ഇവിടെ വെച്ചിട്ടാ പോയത്. ഫോൺ കയ്യിലുണ്ടായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പൊ തീർച്ചയായിട്ടും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ വന്നിട്ടുണ്ടാവും. അവനൊരു ഡോക്ടറല്ലേ? എന്നെ രക്ഷിക്കാൻ വന്ന പോലെ ആർക്കെങ്കിലും ഒരു സഹായത്തിനായിട്ട് പോയതാണെങ്കിലോ? എന്നാലും ഇത്രയും സമയം ആയതുകൊണ്ടാ. അങ്ങനെയൊക്കെ ചിന്തിച്ച് നീ വെറുതെ മനസ്സ് വിഷമിപ്പിക്കണ്ട. അവനിങ്ങ് വന്നോളും. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് അന്വേഷിച്ചു പോയാലോ? അതിനൊക്കെ ഞാൻ പോയിക്കോളാം. അതിനാണല്ലോ ഞാൻ വന്നത്. തൽക്കാലം നീ വീട്ടിലേക്ക് പോ. ഞാൻ വേണമെങ്കിൽ ഓട്ടോ പിടിച്ചു തരാം. ഏട്ടാ അത് വേണ്ട, ഞാനും കൂടെ ഏട്ടന്റെ ഒപ്പം വരാം. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യാൻ? ഞാൻ പോയി നോക്കിക്കോളാം. പ്രകാശിനെ കൊണ്ടേ ഞാൻ വീട്ടിലേക്ക് വരും. അതുപോലെ ചന്ദ്ര ഒറ്റയ്ക്ക് എടുത്തിട്ട് അവനങ്ങനെ പോകുന്നല്ലോ. അവൻ പെട്ടെന്ന് വരേണ്ടതാണല്ലോ. അപ്പൊ എന്തോ കാര്യമുണ്ട്. ഏട്ട എന്താ ആലോചിക്കുന്നേ? എടി നീ വീട്ടിലെത്തുന്നതിന് മുമ്പ് ഞാൻ പ്രകാശിനെ കൊണ്ട് വന്നിരിക്കും. ഏട്ടാ ആദ്യം ആ ടെക്സ്റ്റൈൽസിലൊന്ന് കയറി നോക്കണേ. ഞാൻ കയറിക്കോളാം. നീ സമാധാനമായിട്ട് പോ. അയ്യോ പ്രകാശ്, ഈശ്വര.